വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുശേഷിപ്പ് പരസ്യവണക്കത്തിനായി തുറന്നുകൊടുത്തു. ഭാരത കത്തോലിക്ക സഭയിൽ പ്രേഷിതത്വത്തിന്റെ പുതുചൈതന്യം നൽകി ഗോവയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പൂജ്യ ഭൗതിക ശരീരത്തിന്റെ പൊതുദർശനം ഓൾഡ് ഗോവയിലെ സേ കത്തീഡ്രലിൽ ആരംഭിച്ചു. ലോക പൈതൃക സ്മാരകമായി യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ഓൾഡ് ഗോവയിലെ ബോം ജീസസ് ബസിലിക്കയിലെ സ്മൃതി കുടീരത്തിൽ വെള്ളിപ്പേടകത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള വിശുദ്ധന്റെ തിരുശേഷിപ്പുകൾ താഴെ ഇറക്കി തീർത്ഥാടകർക്ക് അടുത്തുനിന്ന് വണങ്ങുന്നതിനായി ഗോവ ദാമൻ അതിരൂപത 10 വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കുന്ന 45 ദിവസം നീളുന്ന പരസ്യവണക്കത്തിനാണ് തുടക്കം കുറിച്ചത്. 2024 നവംബർ 21 ആരംഭിക്കുന്ന 18ാമത് പരസ്യവണക്കം 2025 ജനുവരി 5 സമാപിക്കും. ബോം ജീസസ് ബസിലിക്കയിൽ നിന്ന് 300 മീറ്റർ അകലെയുള്ള സേ കത്തീഡ്രലിലേക്ക് ആഘോഷപൂർവ്വം ഇലക്ട്രിക് കാരേജിലാണ് ഇത്തവണ വിശുദ്ധന്റെ ഭൗതികദേഹം സംവഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നീങ്ങിയത്. അതിരൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നുമായി 1500 യുവാക്കൾ പ്രദക്ഷിണ വഴികളിലൂടെ ഇരുവശങ്ങളിലുമായി മനുഷ്യച്ചങ്ങല തീർത്തു. ഗോവയുടെ പ്രഭു എന്നറിയപ്പെടുന്ന സെയിന്റ് ഫ്രാൻസിസ് സേവ്യർ 1542 ഗോവയിലെത്തിയത്. പോർച്ചുഗീസ് കുടിയേറ്റക്കാർക്കിടയിൽ ക്രിസ്തുമതം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം. 16ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുവാനെത്തിയ സ്പെയിൻകാരനായ ഈശോ സഭ അംഗ പ്രേഷിതനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ 1541 തന്റെ പ്രേഷിത പ്രവർത്തന മേഖല ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വികസിപ്പിച്ചു. ഇന്ത്യക്ക് പുറമെ തായ്വാൻ, ഫിലിപ്പൈൻ, മലേഷ്യ, ജപ്പാൻ, ചൈന എന്നീ രാജ്യങ്ങളിലും വിശുദ്ധൻ സുവിശേഷ പ്രഘോഷണം നടത്തി 10,000-ങ്ങളെ യേശുവിലേക്ക് അടുപ്പിച്ചു.